നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 24-ന് വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകങ്ങളിൽ വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് പ്രതി അഫാൻ നടത്തിയത്. കാരണം ഉമ്മ ഷമീന പറയുന്നുണ്ട്, തന്നെ അഫാൻ ആക്രമിക്കും മുൻപേ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നുവെന്ന്. പിന്നീട് ചെയ്തതോ നടന്നതോ ഒന്നും ഷമിക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. കേസിലെ ഏക സാക്ഷിയായ ഷമി മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി നടത്തി. വലിയ കടബാധ്യത ഉണ്ടായിരുന്നത് തനിക്കാണ്. ലോണെല്ലാം താനാണ് എടുത്തത്. 25 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. അഫാന് പറയത്തക്ക കടം ഉണ്ടായിരുന്നില്ല. കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ സംഭവ ദിവസം ബന്ധുക്കളുടെ അടുത്ത് നിന്ന് പണം വാങ്ങാനായി താനും അഫാനുമാണ് പോയത്. എന്നാൽ പണം കിട്ടിയില്ല. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അഫാൻ എങ്ങോട്ടോ പോയി. അവനെ എനിക്കിനി കാണണ്ട. 2 മക്കളെയും എനിക്ക് നഷ്ടമായില്ലേ. മകൻ ഏൽപ്പിച്ച മുറിവുകൾ പതിയെ ഉണങ്ങി വരുന്നു. അരികെ എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായ അവസ്ഥയിൽ ഭർത്താവ് റഹീമും ഒപ്പമുണ്ട്. സംഭവ ദിവസം രാവിലെ ഇളയ മകനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ട ശേഷം ഞാൻ അഫാനെ ചായ ഉണ്ടാക്കി. ഞങ്ങൾ 2 പേരും ചായ കുടിച്ചു. അതിന് പിന്നാലെ എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. അഫാൻ ചായയിൽ എന്തെങ്കിലും കലർത്തിയോ എന്നറിയില്ല. പിന്നീട് എൻ്റെ കഴുത്തിൽ ഷാൾ മുറുക്കുമ്പോഴാണ് എനിക്ക് അല്പം ഓർമ്മ വന്നത്. ഉമ്മച്ചി എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് അഫാൻ എൻ്റെ കഴുത്തിൽ ഷാൾ മുറുക്കി. ഫർസാന വന്ന ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് അവൻ പറയുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നീട് എനിക്ക് ഓർമ്മ നഷ്ടമായി. രാത്രി പോലീസ് എത്തി കതക് പൊളിച്ചു തുറന്നപ്പോഴാണ് ബോധം വീണത്. 25 ലക്ഷം രൂപയുടെ കടമാണ് ഉണ്ടായിരുന്നത്. അത് അഫാന്റെ കടമായിരുന്നില്ല, എന്റെയും കുടുംബത്തിന്റെയും കടമായിരുന്നു. ഫോണിലെ ആപ്പ് വഴി അഫാൻ പണം വായ്പ എടുക്കുമായിരുന്നു. ആക്രമണം നടന്നതിന്റെ തലേന്നും പണം ചോദിച്ചു. വീടിന്റെ വായ്പ മുടങ്ങിയെന്ന് കാട്ടി. അതേ ദിവസം ബാങ്ക് ഉദ്യോഗസ്ഥൻ വന്ന് ബഹളം വെച്ചു. വീട് ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്തൊക്കെയോ ഒപ്പിട്ട് വാങ്ങി. ഫർസാനയും അഫാനും തമ്മിലുള്ള സൗഹൃദമൊക്കെ വീട്ടിൽ അറിയാമായിരുന്നു. സൗഹൃദത്തോട് ഞങ്ങൾ എതിർപ്പ് കാണിച്ചിരുന്നില്ല. ഫർസാനയെ ഞാൻ കണ്ടിട്ടില്ല. പെരുമലയിൽ ആക്രമണം നടന്ന തന്റെ വീട്ടിലേക്ക് ഇനി പോകാനില്ലെന്നുമാണ് ഷമി പറയുന്നത്. ഇതിനിടെ തന്നെ റഹീമും പ്രതികരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവന് മാത്രമേ അറിയൂ. കൊച്ചുമോനെ അവനാണ് വളർത്തിയത്. അവൻ എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ഷമിയെ എല്ലാം അറിയിച്ചത്. അഫാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്നാണ് ഷമിയുടെ പ്രതികരണം വന്നത്. തീർക്കാൻ കഴിയുന്ന ബാധ്യതകൾ മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ബാധ്യത തീർക്കാൻ വീടും സ്ഥലവും വിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മൊബൈൽ ആപ്പുകൾ വഴി അഫാൻ വായ്പ എടുത്തിരുന്ന കാര്യം കഴിഞ്ഞ ദിവസമാണ് താൻ അറിഞ്ഞതുപോലും. വീടിന്റെ വായ്പ തിരിച്ചടയ്ക്കാൻ 15 ലക്ഷം രൂപ ഞാൻ അയച്ചു കൊടുത്തെങ്കിലും അഫാൻ അത് അടച്ചിട്ടില്ലെന്ന് പിന്നീട് തെളിഞ്ഞു. സ്വന്തമായി ജോലി, 27 വയസ്സാകുമ്പോൾ ഫർസാനയുമായുള്ള വിവാഹം നടത്തി കൊടുക്കാമെന്നുമൊക്കെ അഫാനോട് പറഞ്ഞിരുന്നതായും റഹീം പറയുന്നുണ്ട്. അഫാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി 25 ലക്ഷത്തിന്റെ ലോൺ എടുത്തിരുന്നതായാണ് വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അത് തങ്ങളുടെ സ്വത്തിന്റെ പകുതി വിറ്റാൽ തീരാവുന്നതേ ഉള്ളൂന്നും ഷമി പറയുന്നുണ്ട്. സംഭവത്തിന്റെ തലേ ദിവസം അഫാന് നിരവധി ഫോൺ കോളുകൾ വന്നിരുന്നു. അതിനുശേഷം അഫാൻ അസ്വസ്ഥനായി. സംഭവ ദിവസം 3ഓളം പേർക്ക് പണം തിരികെ കൊടുക്കാനുണ്ടായിരുന്നുവെന്നും ലോൺ ആപ്പിൽ വൻ തുക തിരിച്ചടയ്ക്കണമായിരുന്നുവെന്നും ഷമി പറയുന്നുണ്ട്. ബന്ധുവിന് 50,000 രൂപയും സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കേണ്ട ദിവസമായിരുന്നെന്നും ഷമി പറയുന്നുണ്ട്. ഈ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ എന്തിന് അഫാൻ ഇത്തരമൊരു തെറ്റ് ചെയ്തു എന്ന ചോദ്യം നിർണായകമാണ്. തെളിവെടുപ്പിനിടെ കൂട്ടക്കൊലപാതകത്തിന് ഇരകളെ തലക്കടിച്ചു കൊലപ്പെടുത്താൻ തനിക്ക് പ്രചോദനമായത് സുഹൃത്തിന്റെ അപകട മരണമാണെന്നാണ് അഫാൻ വെളിപ്പെടുത്തിയിരുന്നത്. അഫാന്റെ സുഹൃത്ത് ബൈക്ക് അപകടത്തിൽ തല മരത്തിലിടിച്ചാണ് മരിച്ചത്. തലയ്ക്ക് പരിക്കേറ്റാൽ മരിക്കുമെന്ന് മനസ്സിലായതോടെയാണ് ഈ പദ്ധതിയിലൂടെ എല്ലാവരും തലക്കടിച്ചു കൊലപ്പെടുത്താനായി ശ്രമിച്ചതെന്നാണ് പോലീസിനോട് അന്ന് അഫാൻ വെളിപ്പെടുത്തിയത്. അബ്ദുൾ റഹീം സൗദിയിൽ നടത്തിയിരുന്ന വ്യാപാരത്തിന്റെ തകർച്ച നേരിട്ടിട്ടും കുടുംബത്തിന്റെ ആഡംബര ജീവിതശൈലി മാറ്റമില്ലാതെ തുടർന്നതാണ് ബാധ്യതകളുടെ ആക്കം കൂട്ടിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ക്രൂരമായി ആക്രമിച്ച ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ടത് വസ്തുവകകൾ ബന്ധുക്കൾ കൈവശപ്പെടുത്താതെ കത്തി നശിക്കാനായിരുന്നെന്നും അഫാൻ പറഞ്ഞിരുന്നു. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് അഫാനും ഉമ്മയും കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടാനായി ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് പരസ്പരം സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു പൊക്കോളൂ ഉമ്മ, ഞാനും അവന് പിന്നാലെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഷമീനയുടെ തലയിലുണ്ടായിരുന്ന ഷോൾ അഫാൻ കഴുത്ത് ശക്തമായി വരഞ്ഞു മുറുക്കിയത്. ഷമി പിന്നീട് സോഫയിൽ നിന്ന് നിലത്ത് വീണു. ഒപ്പം അഫാനും വീഴുകയായിരുന്നു. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തല ശക്തിയോടെ തറയിൽ ഇടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട ഈ ഉമ്മ മരിച്ചുവെന്ന് കരുതി മുറിയുടെ വാതിലടച്ചുകൊണ്ട് അഫാൻ പുറത്തേക്ക് പോയി. പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ചു താമസിക്കുകയായിരുന്നു പിതൃമാതാവ് സൽമാ ബീവി. ഇവിടെ എത്തിയ അഫാൻ എന്റെ ഉമ്മ പോയടിയെന്ന് അലറിക്കൊണ്ട് തലയ്ക്ക് ചുറ്റികൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ച് ആ 88-കാരിയായ സൽമാ ബീവിയെ വകവരുത്തി. അവിടെ നിന്ന് പിന്നീട് നേരെ പോയത് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ നിന്ന് 2 പേരുടെയും ജീവനെടുത്തു.
ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺസുഹൃത്ത് ഫർസാനെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. പിന്നീട് ബൈക്കിൽ കാവറയിൽ നിന്ന് കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്തു ചെയ്യുമെന്ന് യാത്രക്കിടെ അഫാൻ ചോദിക്കുന്നുണ്ട്. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്നായിരുന്നു ഫർസാനയുടെ മറുപടി. പിന്നീടായിരുന്നു പെരുമലയിലെ വീടിന് മുന്നിലേക്ക് എത്തിയത്. അപ്പോഴേക്കും ഈ കയ്യിലുണ്ടായിരുന്ന ഗേറ്റ് പൂട്ടിയ ചാവി കാണാനില്ല. തുടർന്ന് ഫർസാനയും കുട്ടി മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. മുഗൾ ജില്ലയിലെ മുറിയിലെത്തി ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. മുത്തശ്ശിയും പിതാവിനെയും ജ്യേഷ്ഠനെയും ഭാര്യയും കൊലപ്പെടുത്തിയെന്നും ഫർസാനയോട് പറഞ്ഞിരുന്നു. ഞെട്ടിക്കുന്ന ആ വിവരങ്ങൾ കേട്ട് കണ്ണുകൾ കൈകൊണ്ട് പൊത്തി തലകുനിച്ച് ഫർസാന സമീപത്തെ കസേരയിരുന്നു. പെട്ടെന്ന് തന്നെ നീ കരയരുതെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണയാണ് ഫർസാനയുടെ നെറ്റിയിലേക്ക് ആഞ്ഞടിച്ചത്. ആദ്യ ആക്രമണത്തിൽ തന്നെ ഫർസാനയുടെ ജീവൻ നഷ്ടപ്പെട്ടു. പിന്നീട് തലയ്ക്ക് ചുറ്റും അടിക്കുകയായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. ഇതിനിടെ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് വന്ന സഹോദരനെ അകത്തേക്ക് വിളിച്ചു കയറ്റി. ഉമ്മ പോയെന്ന് ആദ്യമേ ധരിപ്പിച്ചു. പെട്ടെന്ന് തന്നെ ഭയന്ന് വിറച്ച അനിയനെ നമുക്ക് ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാനായി ഹാളിൽ TV ഓണാക്കിയ ശേഷം അഫ്സാന് നേരെ ആദ്യമായി ആക്രമണം നടത്തി. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആ 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിയിൽ നിന്ന് അനക്കം കേൾക്കുന്നതായി അഫാന് തോന്നി. പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ കയ്യിൽ കരുതിയിരുന്ന ചുറ്റുക കൊണ്ട് പലതവണയാണ് ഷെമിയുടെ തലയിൽ ആഞ്ഞടിച്ചത്. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ തുടർന്ന് ഈ ഷെമിയുടെ കണ്ണുകൾ ബലമായി മുറുക്കി അടച്ച ശേഷം അഫാൻ വീടിന് പുറത്തേക്ക് കടക്കുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചുകിടന്ന അനുജന്റെ മൃതദേഹത്തിന് അരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞതായി പ്രതി പറയുന്നുണ്ട്. പിന്നീട് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ച ശേഷം ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു. പിന്നീട് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തേക്ക് കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. ഈ സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിനിടെ ഈ പ്രതി പറയുന്നുണ്ട്, ഉമ്മയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും കാമുകയും കൊലപ്പെടുത്തിയതിൽ തനിക്ക് കുറ്റബോധമുണ്ടെങ്കിലും മറ്റു 3 പേരോടും തനിക്ക് അടങ്ങാത്ത പകയായിരുന്നതും അവർ മരിക്കേണ്ടവർ തന്നെയാണെന്നുമാണ് അഫാൻ അന്വേഷണ സംഘത്തോട് ആദ്യം തെളിവെടുപ്പിനിടെ പ്രതികരിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അഫാനെ എന്ത് തരത്തിലായിരിക്കാം ഇവർ പ്രകോപിപ്പിച്ചത് എന്നത് നിർണായകമാണ്. അഫാനെ ഒരു ഘട്ടത്തിൽ കുറ്റക്കാരനായി കാണാതിരുന്ന ഷമി പിന്നീട് കേസിലെ നിർണായക വഴിത്തിരിവായ മൊഴി പിന്നീട് മാറ്റി പറയുകയായിരുന്നു. റഹീം ഒരിക്കലും അഫാനെ ജാമ്യത്തിലെടുക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് അടുത്ത ബന്ധുക്കളും നൽകുന്ന സൂചന. മകന്റെ പ്രവൃത്തി കൊണ്ട് സ്വന്തം രക്തബന്ധത്തിലുള്ളവരെ തന്നെയാണ് റഹീമിന് നഷ്ടമായത്. ഇതോടെ നാട്ടിലും വീട്ടിലും കുടുംബത്തും ഷമി റഹീമും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം അഫാന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.